നമസ്കാരം പ്രിയരെ. ചന മസാലയ്ക്കായിട്ടൊരു 300 ഗ്രാം ചന 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. 6 വിസിൽ വന്നതിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ ചന നല്ല രീതിയിൽ ഇവിടെ വെന്ത് കാണാം. 2 സവാള, 2 തക്കാളി, 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുക. തക്കാളി ഒരു മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഒരു പാൻ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒരു 15 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. സവോള നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയാൽ അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ മഞ്ഞൾപ്പൊടി ഇപ്പോൾ തൽക്കാലം ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി പേസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആവുന്നത് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ മസാലകളെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. വീണ്ടും ഡ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചന വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. രുചികരമായിട്ടൊരു വിഭവമാണിത്. പൊറോട്ട, ചപ്പാത്തി, നാൻ, വെള്ളയപ്പം, ഇതിലേക്കെല്ലാം അതിരുചികരമായ ഒരു കറിയാണിത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയറെല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം, ബായ്.